ഗോർജിയസ്. ഇത്ര ദിവസം പണിക്കാരുടെ ബഹളമായിരുന്നു. 3 ബാത്റൂം മാറ്റി, ഹാളിന്റെ ഫ്ലോറിംഗ് മാറ്റി. ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാലിനി പറഞ്ഞാൽ മതി. ഞാനോ? അല്ലാണ്ടാര്? വീട്ടുകാരുടെ പോർട്ട്ഫോളിയോയിലാണ് ഇതൊക്കെ വരുന്നത്. യെസ് ഡോക്ടർ, പറയൂ. എന്നിട്ട്? ആ, നന്നായി. ഗുഡ്, വെരി ഗുഡ്. ഞാൻ അറിയിക്കാം. എക്സലന്റ്, ഫാന്റാസ്റ്റിക്. രവിയേട്ടൻ വീട്ടിലേക്ക് പുറപ്പെടുന്നു. വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് ഒരുവിധം നോർമൽ ആയിരിക്കുന്നു. ഈശ്വര, ആരാ വിളിച്ചത്? ഡോക്ടർ ഉണ്ണിയുടെ അസിസ്റ്റന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. പക്ഷേ ഡോക്ടർ റഹീം അത് സൂചിപ്പിച്ചിരുന്നു. ഫാൾസ് സെക്യൂരിറ്റി, എല്ലാം മാറിയെന്ന് തോന്നുന്ന സിംറ്റംസ്. നമ്മളത് പുറത്തു പറയണ്ട. മരണം അടുത്തെത്തുമ്പോഴാണ് അത്ര ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ പോട്ടെ? ഞാൻ പിന്നെ വരാം. എനിക്ക് ചില ബാങ്ക് ഇടപാടുകൾ തീർക്കണം. ഒരു ഹാപ്പി മൂഡിലാണ് രവിയേട്ടനെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഡോക്ടർ റഹീമായിട്ട് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ALL ചില കുട്ടികൾക്ക് മാറ്റുണ്ട്, അപൂർവം കേസുകൾ. മുതിർന്നവരിൽ കംപ്ലീറ്റ് ആയി മാറിയ ഹിസ്റ്ററി ഇല്ല. അത് മനസ്സിൽ വെച്ചാൽ മതി. ഹോസ്റ്റലിൽ പോയിട്ട് വേണം നാട്ടിലേക്ക്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാൻ കാറിലേക്ക്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. കഷായത്തിന്റെ പൊടി ഒരാഴ്ചക്കും കൂടിയേ ഉണ്ടാവൂ. അവരയക്കും. രാജേന്ദ്രനെ കണ്ടതേ ഇല്ലല്ലോ, അത്രയ്ക്ക് ബിസിയാണ്. എന്തോ ബയേഴ്സ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് ഒരു മേജർ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് വല്ല കോളം എഴുതാം. 8 മണിക്കൂർ ഡെസ്കിലിരിക്കുന്ന പണി വയ്യ. ഞാൻ ചീഫിന് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നവരെ ഇവിടെ 1 or 2 കൊല്ലം. ഹോസ്റ്റലിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ മറ്റൊരു അറേഞ്ച്മെന്റിനെ പറ്റി പറഞ്ഞത് മനസ്സാകെ സമനില തെറ്റിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ വ്യക്തിത്വങ്ങൾ. Forget it. Just forget it. ഹോസ്റ്റലിൽ താമസം, വീക്കെൻഡിലെ വരവും പോക്കും ബുദ്ധിമുട്ടല്ലേ? നമുക്ക് സുഖമായി കഴിയാനുള്ള വക നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടും. ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ നല്ല ഒന്നാന്തരം ശ്വസിക്കുന്ന മണ്ണ് നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ? നല്ലതാണ്. പക്ഷേ ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെ. നിനക്കെന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാനും ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല. മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷൻ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ ക്യാൻ റിപ്പീറ്റ് വാട്ട് യു സെഡ് വേർഡ് ബൈ വേർഡ്. ഞാൻ പറഞ്ഞത് You are അതല്ല. a miserable hypocrite. ഈശ്വരാ, Don't try my... this is the limit. I tell you don't. തർക്കവും തകരാറും കൂടി വരികയാണല്ലോ. സ്ഥലം വിൽക്കണ കാര്യാവും. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലാക്കണത്. കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ല,
അവൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ പോണം. കാര്യം അതാവും. ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ വന്നു. എന്നിട്ട് വിളിക്കാത്തത്? കുറച്ച് ടാബ്ലേറ്റ് വർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോ ഒന്നിനും തോന്നിയില്ല. ഇരിക്കൂ. പയ്യനില്ല. ഡിന്നർ പുറത്തായാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മാലിന്യം വന്നത്. ഫ്രിഡ്ജിലെല്ലാം ഉണ്ട്, ചൂടാക്കേണ്ട കാര്യമുള്ളൂ. ഔട്ടിങ് വേണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോവാം. സീ ഫേസിൽ ഒരു ബെസ്റ്റ് ചൈനീസ് കുക്ക് വന്നിട്ടുണ്ട്. രവിയേട്ടന് പിന്നെ വല്ല ചേഞ്ച്? ഇല്ല, ഒന്നുമില്ല. സുഖമുണ്ട്. വെരി നോർമൽ. രവിയേട്ടൻ എന്നോട് പലതും പറഞ്ഞു. എന്നോടും പറയാനാണ് വന്നത്. പക്ഷെ ഞാൻ ചാൻസ് കൊടുത്തില്ല. മരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. വീണ്ടും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഞാൻ സമ്മതിച്ചാണ്. വീട് ഒരുങ്ങിക്കഴിഞ്ഞു. മാലിനി ഒറ്റയ്ക്ക് ഇവിടെ വിട്ട് നാട് തണ്ടാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും വേണ്ട ഏജന്റുമാരെ വെച്ചു. ഓൾ സെറ്റ്. നമുക്കത് മറക്കാം. ആ ഹോൾ എപ്പിസോഡ്. ആപത്തൊന്നും വരാതെ രവിയേട്ടൻ തിരിച്ചു വരികയും ചെയ്തു. ഒരു തമാശ കേട്ട പോലെ അത് വിട്ടുകളയാം. നമ്മൾ കുട്ടികളല്ലല്ലോ. നമ്മൾ കുട്ടികളല്ല. അക്സെപ്റ്റഡ്. ജീവിതം ഒരു തമാശക്കളിയല്ല. എഗെയിൻ അക്സെപ്റ്റഡ്. പക്ഷെ ഒരാളുടെ വിങ്സ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അക്ഷരങ്ങൾ മായ്ക്കാനും വരുത്താനും പാകത്തിലുള്ള ഒരു മാജിക് സ്ലൈറ്റ് അല്ല മനുഷ്യന്റെ മനസ്സ്. കല്യാണക്കാരി എടുത്തിട്ടപ്പോൾ ഞാൻ എതിർത്തതാണ്. ഇപ്പോഴത്തെ ഒത്തുമാറ്റത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. 6.5 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ ഒറിജിനൽ വിവാഹം. ബുദ്ധിജീവിയായി നടന്നുകൊണ്ട് കുടുംബം പുലർത്താനാവില്ല എന്ന് വാദിച്ചു. സൗകര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുതെന്ന് അപേക്ഷിച്ചു. എതിർക്കാൻ കാരണം ഈ ന്യായങ്ങളൊന്നും ആയിരുന്നില്ല എന്നത് വേറെ. ആ പെൺകുട്ടിയുടെ ആരാധന കൊണ്ട് രാപ്പകൽ ആദ്യ പിടിച്ചേർന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ ധ്യാനം, മോഹം, സ്വപ്നം ഒക്കെ അവൾക്ക് ചുറ്റും. അവനത് പറയാൻ വയ്യ. കല്യാണം മുടക്കാൻ ആഗ്രഹിച്ചത് അവന് വേണ്ടിയാണ്. അവന്റെ എരിഞ്ഞു നേറൽ മാഞ്ഞിക്കറിയില്ല. ആരുടെ? എന്റെ, ഈ രാജേന്ദ്രന്റെ. പാർട്ട് ടൈം പണിയെടുത്ത് പഠിക്കുന്നവൻ. അവൻ എങ്ങനെ സത്യം പറയും? ആചാരോപചാരങ്ങൾ വിടാത്ത 10 ഇംഗ്ലീഷ് വാചകങ്ങൾ, പെൺകിടാങ്ങളെ ക്ലാസ്സിൽ ചിരിപ്പിക്കാൻ 4 ഫലിതം, വാർഷികത്തിന്റെ നാടകത്തിൽ ഷേക്സ്പിയറുടെ 2 ആത്മകഥം. നൈജീരിയയിൽ നിന്ന് വന്ന് ആദ്യം നാട് കണ്ടവൻ, ഹൃദയം പറിച്ചെടുത്ത രവിസാറിന്റെ കാൽക്കൽ. അവന്റെ വേഷം ഓർമ്മയുണ്ടോ? പാന്റ് നിലത്തഴയും. പാർട്ട് ടൈം ടൈപ്പിസ്റ്റായി പണിയെടുക്കുന്ന വീട്ടിലെ സാറിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. മാലിനി, തടിച്ച ദേവി. 3ാമതൊരാൾ കൂടി ഉണ്ടല്ലോ, ശാന്തകുമാരി. നിങ്ങളുടെ പരിഹാസം കേൾക്കാത്ത ദിവസമില്ല. പക്ഷേ രാജേന്ദ്രൻ ഞങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു. കോളേജ് ഡേയ്സിലെ പരിഹാസമൊക്കെ ആരെങ്കിലും സീരിയസ് ആയി? ഹേയ്, ആക്ഷേപമില്ല. അല്പം പരിഹാസം നിത്യവും കിട്ടിയില്ലെങ്കിലായിരുന്നു പിന്നെ വിഷമം. പ്ലീസ്, ഞാൻ പറയാൻ വന്നത്. അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ കേൾക്കണം. അവന്റെ കഥ. നൈജീരിയയിൽ നിന്ന് പണം തലച്ചുമടായി കൊണ്ടുവന്ന ഡോക്ടർ തോമസിന്റെ മകളോട് അവൻ എങ്ങനെ പറയും? ദാ ഒരു ആരാധന ഇവിടെ, ഞാനുണ്ട്, തല കാണില്ല. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ സാക്ഷി ഒപ്പിട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ കരുതി വെച്ച നിക്ഷേപമാണ് സാറിന് തരുന്നത്. ഓർമ്മയുണ്ടോ? മാലിനി നന്ദി പറയാൻ മറന്നില്ല. മുഖത്ത് നോക്കിയില്ല. നോക്കിയാൽ എന്റെ കണ്ണീര് കാണുമോ എന്ന ഭയം. നോക്കൂ, ആ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻഫെക്ച്വേഷൻസ് തോന്നും. എനിക്കത് രവി സാറിനോടായി. അന്നത്തെ കമ്പമാവുമെന്ന് ഞാനും വിചാരിക്കാൻ ശ്രമിച്ചു. അല്ല,
വെറും കമ്പം ഒരു കെടാത്ത തീ പോലെ മനസ്സിൽ നീറിക്കിടക്കില്ല. ഐ ലവ് യു ഓൾവേസ്. ഹോസ്പിറ്റലിൽ കാവൽ കിടന്നതും ചികിത്സയ്ക്ക് വാരിക്കോരി ചെലവ് ചെയ്തതൊക്കെ വെറും ഒരു ഗുരുഭക്തി കൊണ്ടാണെന്ന് ധരിച്ചോ? അറിയാം, എന്നെ സഹായിക്കാനും കൂടിയായിരുന്നു. ഞാനിത് മറക്കില്ല. പക്ഷേ രവിയേട്ടൻ മരിച്ചു ജീവിച്ചൊരു മനുഷ്യനാണ് എന്നോട് അപേക്ഷിക്കുന്നത്. അത് തെറ്റ്. നല്ല സമയത്ത് മരിക്കാത്തത് തെറ്റ്. അങ്ങനെ പറയരുത്. ഡോണ്ട് ബി സോ ക്രൂവൽ. പബ്ലിഷേഴ്സായി എന്തോ ഇടപാടുകൾ നടത്തുന്നു. ചെലവ് ചെയ്ത സംഖ്യയൊക്കെ ഒരുവിധം വീട്ടി തീർക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പണത്തിന് പകരം നിന്നെ പിടിച്ചു വയ്ക്കുമെന്ന് കരുതുന്നുണ്ട് രവിശങ്കർ സാർ. എന്നെപ്പറ്റി സാറിനെന്തറിയാം? നിനക്കെന്തറിയാം? ഞാൻ ബിസിനസ്സുകാരനാണ്. ബയേഴ്സ് പല നാട്ടിൽ നിന്ന് വരും. അവർക്ക് വേണ്ടി കോൾ ഗേൾസിന് വരെ സപ്ലൈ ചെയ്യേണ്ടി വരും. പെണ്ണ് എനിക്കൊരു അപൂർവസ്വല്ല. മദ്രാസ്, ബോംബെ, ഡൽഹി വിളിച്ചാൽ പറന്നു വരുന്നവരുടെ 100 നമ്പരെങ്കിലും ആ ബുക്കിൽ കാണും. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. കടം വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാം, അത് വേറെ കാര്യം, നിസ്സാരം. ഇഷ്ടമില്ലാതെ വേദന മറച്ചു പിടിച്ച് ഞാൻ ഏൽപ്പിച്ചൊരു വലിയ മുതലുണ്ട്. അതെനിക്ക് അദ്ദേഹം തിരിച്ചു തന്നു. സ്വമേധയാ ഞാൻ ഏറ്റുവാങ്ങി. The deal is cost. രാജേന്ദ്രൻ, help me. Please. ഞാനെന്ത് ചെയ്യണം? എനിക്കറിയില്ല. ഞാൻ ഈ സ്ഥലം വിട്ട് പോണോ? സ്ഥിരമായി ബോംബെ ഓഫീസിൽ നിന്നാൽ ബിസിനസ് നടത്താം. ശല്യമാണ്. അരുത്. രാജേന്ദ്രൻ ഇവിടേക്ക് ഉണ്ടാവണം. എവിടേക്ക് പോരുത്. എനിക്കൊരു സമാധാനത്തിന് എനിക്ക് വേറെ ആരുണ്ട്? ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. അരുത്. പ്ലീസ് പ്ലീസ്. You are mine. അരുത്. നീ എന്റെ പേരാണ്. വിടൂ. I want you. വേണ്ട. വിടൂ. വിടില്ല. നീ എന്റെ മകൻ. എന്റെ മാത്രം. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ടൗണിൽ ഒരു വീട് നോക്കാൻ ഞാൻ ബാബുവിനോട് പറയാം. കോളേജിനടുത്ത് എവിടെയെങ്കിലും. ലൈബ്രറിയുടെ സൗകര്യം നോക്കുമ്പോ ഞാനും ടൗണിൽ താമസിക്കുന്നതാവും ബെറ്റർ അല്ലേ? അരുത്. വിടൂ. നോക്കൂ, എനിക്കിപ്പോ ഒന്നുമില്ല. പഴയ തെറ്റുകുറ്റങ്ങളുടെ തിരിച്ചറിയൽ, ഒരു വീണ്ടും വിചാരം, ഒരു റീഅസസ്മെന്റ്. ഒരുപക്ഷെ അതിനായിരിക്കും ഈ രോഗം വന്നത്. യു വിൽ ബി ഹാപ്പി. നമുക്കിനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അരുത്. എന്നെ തുടരുത്. മല്ലി, ഐ എം എ നോർമൽ പേഴ്സൺ. നീ എന്റെ ഭാര്യയാണ്. ആയിരുന്നു. നീ പിന്നെ ഇപ്പൊ എനിക്ക് ആരാണ്? ആ കഥ മറക്ക്. മരണം മുന്നിൽ കണ്ട മനുഷ്യൻ പിച്ചുമ്പയും പറയും. അത് ചെമ്പേടും ശാസനയും പോലെ ചരിത്രരേഖയൊന്നുമല്ല. അവനോട് ഞാൻ സംസാരിക്കാം. ഒരു തുണ്ട് ഭൂമി വിറ്റാൽ വീട്ടാവുന്ന കടമയുള്ളൂ അവന്. അവനെ വിചാരിച്ചാണോ നിന്റെ ഈ സ്റ്റുപ്പിഡ് ഇഡിയോട്ടിക് ധർമ്മസങ്കടം? അതും സത്യം.
സത്യം പറയാൻ മരണം അടുക്കുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ലല്ലോ. Damn you. ശപിക്ക് എന്നെയല്ല, ജീവിതം എനിക്ക് തിരിച്ചു തന്ന മഹാശക്തി ഏതോ അതിനെ ശപിക്ക്. അന്ന് അന്ന് നിന്നെ വിചാരിച്ച് മാത്രമായിരുന്നു എന്റെ ദുഃഖം. ഇനി ഞാനുണ്ട്, എന്നും നിനക്ക് ഞാനുണ്ട്. ക്ഷോഭത്തിൽ ഞാൻ എന്റെ പൊന്നുമോളെ. എന്നെ തുടരുത്. ഒരേ ദിവസം രണ്ടാളുടെ മെത്ത പങ്കിടുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും. ഏൽപ്പിച്ചയാൾ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു.